നമസ്കാരം, SCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് വലിയ പ്രശസ്തിയില്ലെന്ന് NCP ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോ. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ മതേതര ശക്തികൾ നിലകൊള്ളണം. കോൺഗ്രസിന്റെ നിലവിലുള്ള രാഷ്ട്രീയം സ്വയം നശിപ്പിക്കുന്നതെന്നും PC ചാക്കോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആവേശം വാനോളം. കരുത്തു തെളിയിച്ച കുളപ്പുള്ളിയിൽ BJPയുടെ റോഡ് ഷോ. ഷൊർണൂർ NDA ഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ റോഡ് ഷോയുമായി BJP തമിഴ്നാട് വൈസ് പ്രസിഡന്റ് ഖുഷ്ബു. കൊട്ടേഷൻ സംഘം തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ വണ്ടൂർ സ്വദേശിയായ വ്യവസായിയെ ഒറ്റപ്പാലത്ത് കണ്ടെത്തി. അക്രമികൾ തടവിൽ പാർപ്പിച്ച പത്തംകുളത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് വ്യവസായി രക്ഷപ്പെട്ടത് സംഘം മദ്യപിച്ച് ഉറങ്ങുന്നതിനിടെ. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് വ്യവസായിയെ വാടയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കാഞ്ഞാണി കാരമുക്കിൽ യുവതിയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ചാലക്കുടി സ്വദേശിനി നീതു. ഭർത്താവ് ഒളിവിൽ. തൃശൂർ പൂങ്കുന്നത്ത് കുളിക്കാനിറങ്ങിയ പാലക്കാട് നെന്മാറ സ്വദേശിയായ യുവാവ് മുങ്ങി മരിച്ചു. കുന്നംകുളം മേഖലയിലെ 2 ക്ഷേത്രങ്ങളിൽ മോഷണം. കീഴൂർ ദേവി ക്ഷേത്രത്തിലെ വിഗ്രഹം കവർന്നു. ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലെ അലമാരകൾ തകർത്ത നിലയിൽ. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലും കവർച്ച. വിഗ്രഹത്തിലെ വെള്ളിത്തിരുമുഖവും ഭണ്ഡാരത്തിലെ പണവും നഷ്ടപ്പെട്ടു. വാർത്തകൾ വിശദമായി. കേരളത്തെ രാഷ്ട്രീയത്തിൽ BJPക്ക് വലിയ പ്രശസ്തിയില്ലെന്ന് NCP ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോ. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പയറ്റുന്ന BJPയെ പ്രതിരോധിക്കാൻ മതേതര ശക്തികൾ ശക്തമായി നിലകൊള്ളണമെന്നും പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ PC ചാക്കോ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ എന്നും ഇടത് വലത് മുന്നണികൾക്കാണ് പ്രസക്തി. BJP നില മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒരു വളർച്ച കേരള രാഷ്ട്രീയത്തിൽ അവർക്കുണ്ടാകില്ല. BJP ഇന്നലെ വന്ന പാർട്ടിയല്ല. 57 മുതൽ അവർ രംഗത്തുണ്ട്. ജനകീയാസൂത്രണം നടപ്പാക്കിയതു മുതൽ വന്ന എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനാണ് മേൽക്കൈ ലഭിച്ചിട്ടുള്ളത്. അധികാര വികേന്ദ്രീകരണം ശക്തമാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. ഇത്തവണയും ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണുള്ളത്. അധികാര വികേന്ദ്രീകരണം കൂടുതൽ ശക്തമാക്കണം എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. UDFൻ്റെ വെൽഫെയർ പാർട്ടി ബന്ധം മുസ്ലിം ലീഗ് ഇന്നുവരെ ഉയർത്തിക്കൊണ്ടുവന്ന മതേതര നിലപാടിന് എതിരാണ്. അധികാരം കിട്ടാൻ വേണ്ടി അവർ കോൺഗ്രസിൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കുകയാണ്. ഇലക്ഷന് ശേഷം ഈ തന്ത്രം UDFൽ പൊട്ടിത്തെറിക്ക് കാരണമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ സർക്കാരിൻ്റെ വിലയിരുത്തലാകണം. പോസിറ്റീവായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. 5 മാസം കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതിന് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസിൻ്റെ നിലവിലെ രാഷ്ട്രീയം സ്വയം നശിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അവരത് തിരുത്താൻ തയ്യാറാകണമെന്നും PC ചാക്കോ ആവശ്യപ്പെട്ടു. കേരളത്തിൻ്റെ പൊതു മനസ്സ് എന്ന് പറയുന്നത് BJPക്ക് അനുകൂലമായ ഒന്നല്ല. അതിപ്പോൾ ക്രമേണ BJP ഇവിടെ പെർസെൻറ്റേജ് കൂട്ടുന്നു, അവർ വരും എന്നൊക്കെ പറഞ്ഞാലും നമുക്കറിയാം BJP ഒരു പുതിയ പാർട്ടിയൊന്നും അല്ലല്ലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പങ്കെടുത്തൊരു പാർട്ടിയാണ്, വിവിധ പേരുകളിലാണെങ്കിൽ പോലും. അതുകൊണ്ട് ഇവിടെ അതിനൊരു വേരോട്ടം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. കേരളം ഇന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് LDFും UDFുമായിട്ടാണ്. ഞാൻ അടക്കം കോൺഗ്രസിൻ്റെ ഭാഗമായില്ലേ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഈ അധികാര വികേന്ദ്രീകരണം പ്രസംഗത്തിൽ ഒതുങ്ങി യഥാർത്ഥത്തിൽ ഈ റവന്യൂ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവർ അത് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ താല്പര്യം എടുത്തിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. NCP ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബൽ ജോസ്, സെക്രട്ടറി ശ്രീനേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊട്ടേഷൻ സംഘം തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായിയെ ഒറ്റപ്പാലത്ത് കണ്ടെത്തി. പ്രവാസി വ്യവസായിയായ VP മുഹമ്മദ് അലിയെ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അക്രമികൾ ഉറങ്ങിയ സമയത്ത് തടവിൽ പാർപ്പിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ അദ്ദേഹം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് തിരുമറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് നിന്ന് മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയത്. കൂറ്റനാട് ഭാഗത്തു നിന്ന് ആറങ്ങോട്ടുകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന വ്യവസായിയുടെ വാഹനം ഒരു സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. പിന്നാലെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയ സംഘം വ്യവസായിയെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി. ബിസിനസ്സിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് വ്യവസായി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്ന മുഹമ്മദ് അലി അക്രമികൾ ഉറങ്ങിയ സമയം തടവിൽ പാർപ്പിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ഇയാൾ പിന്നീട് പോലീസിനെ വിളിച്ചു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് മുഹമ്മദ് അലിയെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ഇടപാടിന്റെ പേരിലാണ് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പ്രാഥമിക നിഗമനം.
CP മുഹമ്മദ് അലിക്ക് 72 വയസ്സുണ്ട്. 17 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞിരുന്നതായി മുഹമ്മദ് അലിയിൽ നിന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്ന് ബന്ധുക്കൾ പറയുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടെ മുഹമ്മദ് അലിയുടെ ടൊയോട്ട വെൽഫെയർ കാർ തകർത്താണ് കൊട്ടേഷൻ സംഘം ഇദ്ദേഹത്തെ പുറത്തെത്തിച്ചത്. ഈ സമയം വ്യവസായിയുടെ ഡ്രൈവറും കാറിലുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോയ ശേഷം ഒറ്റപ്പാലം പത്തംകുളം കുണ്ടടിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ എത്തിച്ചു. ഇവിടെ നിന്നാണ് മുഹമ്മദ് അലി രക്ഷപ്പെട്ടത്. ഇന്നലെ വൈകുന്നേരം ഒരു 6 മണി സമയത്താണ് ഇവർ എടുത്ത് കൊണ്ടുപോയത്. അത് ഞങ്ങൾ ഇവിടെ ആ ഒരു സമയം മുതൽ 1 hour 2 hourനുള്ളിൽ തന്നെ ഞങ്ങളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഞങ്ങൾ നേരം പുലർച്ചെ വരെ ഇവിടെ തന്നെ നിൽക്കായിരുന്നു. അതിനിടയിൽ ഇവർ ഫുള്ള് മദ്യപിച്ചപ്പോൾ ആ ഒരു സമയത്ത് പുള്ളി ഇറങ്ങിപ്പോകുന്നതാണ്. അവരൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി ജേഷനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ് ഉണ്ടായത്. പിന്നെ പള്ളിയിൽ വന്ന് പിന്നെ ആളുകളാണ് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളത്. നന്നായി മർദ്ദിച്ചിട്ടുണ്ട്. മേലെ വായൻ്റെ ഇവിടെയൊക്കെ മുറികളുണ്ട്, മേലിൽ കൂടെയൊക്കെ മുറികളുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചതുപോലെ വല്ല സംശയങ്ങളും? ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ജേഷൻ പറഞ്ഞത്. കൈകൊണ്ടാണ് പരിക്കെടുത്തത് എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു മോട്ടീവ് എന്താണെന്നുള്ള മനസ്സിലാക്കുന്നത്? അങ്ങനെ പുള്ളി പറയുന്നത്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല, ഒരു സംഗതി ഇല്ല. ഭീഷണി അങ്ങനെ വല്ലതും അല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിന്റെ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കരുത്ത് തെളിയിച്ച് കുളപ്പുള്ളിയിൽ BJPയുടെ റോഡ് ഷോ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികളുമടക്കം നിരവധി പേർ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഒരു എക്സിറ്റ് പോളിനും മാധ്യമങ്ങൾക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധം ഇത്തവണ NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഷൊർണൂരിൽ 22 സീറ്റ് നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസിത ഷൊർണൂർ എന്ന സന്ദേശവുമായാണ് ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് NDA സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കുളപ്പുള്ളിയിൽ BJPയുടെ റോഡ് ഷോ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്ത റോഡ് ഷോ തെരഞ്ഞെടുപ്പ് പ്രചരണരംഗത്ത് BJPയുടെ കരുത്ത് തെളിയിക്കാനായി. ഉയർത്തിപ്പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട SG ഇതാ ഈ വാഹനത്തിന്റെ പിറകിൽ ഷൊർണൂർ മാറണം, ഷൊർണൂരിനെ വികസിത ഷൊർണൂരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട SG NDA BJP സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നു. തുറന്ന ജീപ്പിൽ സുരേഷ് ഗോപിയും അതിനു മുന്നിൽ 35 NDA സ്ഥാനാർത്ഥികളും പാർട്ടി ജില്ലാ മണ്ഡലം നേതാക്കളും പ്രവർത്തകരും അണിനിരന്നപ്പോൾ കൂടുതൽ കരുത്തുകാട്ടി BJPയുടെ റോഡ് ഷോ. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ടൗൺ ചുറ്റി സമാപിക്കുകയായിരുന്നു. നേരത്തെ ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രസംഗത്തിൽ ഇത്തവണ ഒരു എക്സിറ്റ് പോളിനും മാധ്യമങ്ങൾക്കും പ്രവചിക്കാൻ വിധത്തിൽ സംസ്ഥാനത്ത് NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അതിനുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. ഷൊർണൂരിൽ 22 സീറ്റ് നേടും. അങ്ങനെ ഒരു വികസിത ഷൊർണൂരാക്കി മാറ്റാൻ NDAക്ക് കഴിയുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ ആകമാനം സഞ്ചരിച്ച്, കാരണം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു എക്സിറ്റ് പോളിനും നിർവചിക്കാൻ കഴിയാത്ത ഒരു ഫലപ്രഖ്യാപനമാണ് കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ നല്ല അവലോകനത്തിനും നല്ല അനാലിസിസിന് ശേഷം അവരവരുടെ മനസ്സിൽ നിശ്ചയദാർഢ്യത്തോടെ ചില തീരുമാനങ്ങളിലെത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് എൻ്റെ രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിൽ ഇത്തവണ ഒരുപക്ഷെ വളരെ ഇംപ്രസീവായിട്ട്, വളരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു മുന്നേറ്റം നടത്താനുള്ള അന്തരീക്ഷം സംജാതമായിട്ടുണ്ടെന്ന് തന്നെയാണ് വലിയ ആത്മവിശ്വാസമാണ് പകർന്നു നൽകുന്നത്. പാർട്ടി പ്രവർത്തകർ പുറമെ നിരവധി പേരാണ് സുരേഷ് ഗോപിയെ കാണാനായി കുളപ്പുള്ളിയിലെത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിൽ BJP മികച്ച വിജയം നേടുമെന്ന് തമിഴ്നാട് BJP വൈസ് പ്രസിഡന്റ് ഖുഷ്ബു. LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കാണാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ടെന്നും ഖുഷ്ബു പരിഹസിച്ചു. കേരള സർക്കാർ വട്ടപൂജ്യമാണെന്ന് ഖുഷ്ബു പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നത് മുഖ്യമന്ത്രിയുടെ സ്വപ്നമാണ്. അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണെന്ന് ഖുഷ്ബു പറഞ്ഞു. കേരളത്തിൽ LDF അവസാനിക്കുകയാണെന്നും ഖുഷ്ബു കൂട്ടിച്ചേർത്തു.
See, there's nothing to evaluate. If the governing work is being done, then we can evaluate. When there's absolutely zero work being done, then you can't evaluate. You just have to have a thinking mind as to what next. We are really hoping that we'll get good numbers, and with the kind of work, especially in this area, what Suresh Gopi ji being the MP and the MOS has been doing for his constituency. He is such a hard worker. He's been doing a brilliant job, a very honest man. So I'm sure that we are going to get some great numbers. ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂർ കാഞ്ഞാണി കാരമ്പക്കിൽ യുവതിയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞാണിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ജീവനക്കാരിയായ ചാലക്കുടി സ്വദേശിനി 34 വയസ്സുള്ള നീതുവാണ് മരിച്ചത്. കാരമുക്ക് ITI റോഡിൽ പുത്തൻപുരയ്ക്കൽ സലീഷിന്റെ ഭാര്യയാണ് മരിച്ച നീതു. സംഭവശേഷം നീതുവിന്റെ ഭർത്താവ് സലീഷിനെ കാണാതായിട്ടുണ്ട്. നീതു രണ്ടാമത് വിവാഹം കഴിച്ചതാണ് സലീഷിനെ. ആദ്യ വിവാഹത്തിൽ 2 കുട്ടികളുണ്ട്. രാവിലെ കുട്ടികളാണ് അമ്മ മരിച്ചു കിടക്കുന്നത് കണ്ടത്. കിടക്കയിൽ മലർന്നു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. സലീഷും നീതുവും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളതായി നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിന് ശേഷം സലീഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും ഇതുവരെ കിട്ടിയിട്ടില്ല. സലീഷിനെ കാണാതായതോടെ സംഭവത്തിൻ്റെ ദുരൂഹത വർദ്ധിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ലേബർ കോഡുകൾ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്ന് NCP ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോ. ലേബർ കോഡിനെതിരെ പാലക്കാട് പ്രസ് ക്ലബ്ബ് നടത്തുന്ന ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു PC ചാക്കോ. 20-ലധികം നിയമങ്ങൾ വെട്ടിക്കുറച്ചാണ് 3 ലേബർ കോഡാക്കി മാറ്റിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡിനെതിരെ പ്രതിഷേധം ശക്തമാകണമെന്ന് PC ചാക്കോ പറഞ്ഞു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബൽ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീനേഷ്, NCP ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തൃശ്ശൂരിൽ പാലക്കാട് നെന്മാറ സ്വദേശിയായ യുവാവ് മുങ്ങി മരിച്ചു. പൂങ്കുന്നം പാറക്കുളത്തിലാണ് നെന്മാറ ചേരാമംഗലം സ്വദേശി 45 വയസ്സുള്ള ജ്യോതിഷ് മുങ്ങി മരിച്ചത്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ പൂങ്കുന്നത്തുള്ള പാറക്കുളത്തിലാണ് ജ്യോതിഷ് എന്ന യുവാവ് മുങ്ങി മരിച്ചത്. യുവാവ് കുളത്തിലകപ്പെട്ടെന്ന സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് സ്കൂബ ടീമും ക്രൂ ടീമും സ്ഥലത്തെത്തി 45 മിനിറ്റോളം തിരച്ചിൽ നടത്തി. തിരച്ചിലിനിടെ ചണ്ടിയും ചളിയും മാലിന്യങ്ങളും നിറഞ്ഞ കുളത്തിൽ തിരച്ചിലേറെ ദുഷ്കരമായിരുന്നു. 45 മിനിറ്റ് നേരത്തെ തിരച്ചിലിന് ശേഷം സ്കൂബ ടീം അംഗം PV ജിമോദാണ് 12 അടി താഴ്ചയിൽ നിന്ന് യുവാവിനെ കണ്ടെടുത്തത്. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ B ഹരികുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ. CS അജിത് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ CS കൃഷ്ണപ്രസാദ്, N ജയേഷ്, V രമേഷ്, KS സുബൈർ, ഷജിനസ് രാജ്, അക്ഷയ് ഗോപിനാഥ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. കുന്നംകുളം കീഴൂർ ദേവീക്ഷേത്രത്തിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിൻ്റെ ദേവി വിഗ്രഹവും കവർന്നു. അലമാരകൾ തകർത്ത നിലയിലാണ്. കീഴൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. മോഷ്ടാവ് കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിൻ്റെ ദേവി വിഗ്രഹം കവർന്നു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. പുലർച്ചെ 5 മണിയോടെ അമ്പലത്തിലെ മാനേജർ ചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. 2 അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. അമ്പല കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹമാണ് കവർന്നത്. പൂരം കഴിഞ്ഞതിനാൽ ദേവസ്വം അമ്പലത്തിലെ ഭണ്ഡാരവരവ് എണ്ണിത്തിട്ടപ്പെടുത്തി ഇന്നലെ കൊണ്ടുപോയിരുന്നു. സമിതി ഓഫീസിലെ പൈസ സെക്രട്ടറി വീട്ടിലേക്കും കൊണ്ടുപോയി. ഇതിനാൽ കാര്യമായി പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ബിനീഷ് നെടിയോടത്ത് അറിയിച്ചു. കമ്മിറ്റി ഭാരവാഹികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. വിഗ്രഹത്തിലെ വെള്ളി തിരുമുഖവും ഭണ്ഡാരവും തകർന്ന് പണവും കവർന്നിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളി തിരുമുഖം കവർന്നു. 4 ഭണ്ഡാരങ്ങൾ തകർത്താണ് പണം കവർന്നിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ ക്ഷേത്രം മേൽശാന്തിയാണ് മോഷണവിവരം ആദ്യമറിഞ്ഞത്. 5:30 നട തുറക്കാനെത്തിയപ്പോഴാണ് വാതിൽ തകർത്ത നിലയിൽ കണ്ടത്. ക്ഷേത്ര ഭരണസമിതി നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാക്കളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി യൂണിറ്റ് കൺവെൻഷൻ ചെറുതുരുത്തി യൂത്ത് വെൽഫെയർ സെന്ററിൽ നടന്നു. AKTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ്
ഷൈബി ഡൈസൺ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ആ റിട്ടയർമെന്റ് തുക കുറച്ചു കിട്ടിയ ആളുകൾക്ക് വീണ്ടും റിട്ടയർമെന്റ് തുക നൽകുവാനുള്ള ഒരു സാഹചര്യമുണ്ടായി. പലരുടെയും അക്കൗണ്ടിലേക്ക് 10,000-ഉം 9,000-ഉം 8,000-ഉം വന്നപ്പോൾ പലരും അതാത് യൂണിറ്റ് സെക്രട്ടറിമാരോടും ഏരിയ സെക്രട്ടറിമാരോടും ചോദിച്ചിട്ടുണ്ടാവും, എന്താണ് ഈ പൈസ, ഞങ്ങൾക്ക് ആദ്യം റിട്ടയർമെന്റ് വന്നതാണല്ലോ. അപ്പോൾ അന്ന് കിട്ടിയത് എന്തായിരുന്നു? അവർക്ക് സർവീസ് അനുസരിച്ച പെൻഷനോ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ചിട്ടുള്ള പെൻഷനോ കിട്ടിയിരുന്നില്ല. എന്നാൽ നമ്മുടെ സമരത്തിൻ്റെ ഫലമായി അവർക്ക് കൂടുതൽ വീണ്ടും അവർക്ക് റിട്ടയർമെന്റ് തുക വീണ്ടും അനുവദിച്ച് കിട്ടി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി യൂണിറ്റ് കൺവെൻഷൻ ചെറുതുരുത്തിയിലെ യൂത്ത് വെൽഫെയർ സെൻ്ററിലാണ് സംഘടിപ്പിച്ചത്. യൂണിറ്റ് ഭാരവാഹി CR ബിന്ദു അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി MM ഖദീജ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി MP രമ്യ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ KK ജ്യോതി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M ദാമോദരൻ, KV രജനി, M സുശീല, P പത്മജ, NK ജിഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ക്രിസ്തുമസ് ആഘോഷം കൂടുതൽ കളറാക്കാൻ വിപണി സജീവം. ആഘോഷത്തിനാവശ്യമായ ഏറ്റവും മികച്ച ആകർഷകമായ വ്യത്യസ്ത ഐറ്റങ്ങളാണ് വിപണിയിലെത്തിയിരിക്കുന്നത്. ഷൊർണൂരിലെ ക്രിസ്തുമസ് വിപണിയുടെ ഒരു കാഴ്ചയിലേക്ക്. ഇതാണ് ക്രിസ്മസ് വിപണിയിലെ കാഴ്ച വസന്തം. ഇത്തവണയും ക്രിസ്മസ് ആഘോഷം കൂടുതൽ കളറാക്കാൻ വിപണി സജീവമായി കഴിഞ്ഞു. ഓരോ വർഷവും വ്യത്യസ്തവും ഏറെ ആകർഷകവുമായ ഐറ്റംസുകളായിരിക്കും വിപണിയിൽ എത്തിച്ചേരുക. അത്തരത്തിൽ ഇത്തവണയും ആവശ്യക്കാരെ ആകർഷിക്കാനായി പുതിയ ഐറ്റംസുകളാണ് വിപണിയിലെത്തിയിരിക്കുന്നത്. മൾട്ടി സ്റ്റാർ, ക്ലിപ്പ് സെറ്റ് എന്നിവയും പുതുമയാർന്ന ഇനങ്ങളാണ്. പുൽക്കൂടുകളാകട്ടെ പല വലിപ്പത്തിലും പല വിലയിലുമുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന വ്യത്യസ്തമായ LED ലൈറ്റുകൾ വേറെയും, അതോടൊപ്പം കാഴ്ചക്കാരെ ആകർഷിക്കുന്ന LED സ്റ്റാറുകളുമുണ്ട്. ഇക്കൂട്ടത്തിൽ ഉണ്ണിയേശുവിൻ്റെ പിറവി ഒരുക്കാനാവശ്യമായ സാധനങ്ങളുമുണ്ട്. ക്രിസ്മസ് പാപ്പയെ ഒരുക്കാനാവശ്യമായ എല്ലാവിധ ഐറ്റംസുകളും വിപണിയിലുണ്ട്. പുതുപുത്തൻ ഐറ്റംസുകൾക്കാണ് ആവശ്യക്കാരും ഏറെയും. ഭവനങ്ങളിലും ദേവാലയങ്ങളിലും പുൽക്കൂടുകൾ ഒരുക്കുന്ന പതിവുണ്ട്. ക്രിസ്മസ് ആഘോഷം കൂടുതൽ കളറാക്കാൻ ഏറ്റവും മികച്ചതും മനോഹരവുമായ രീതിയിലും ഒരുക്കാൻ തന്നെയായിരിക്കും മിക്കവരും ശ്രമിക്കുക. അങ്ങനെ ഇനി പ്രകാശപൂരിതമായ ക്രിസ്മസ് രാവുകളായിരിക്കും കടന്നുപോകുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ഗണേശ്ഗിരി മഹാഗണപതി ക്ഷേത്രത്തിൽ മഹോത്സവത്തിൻ്റെ ഭാഗമായി ഞായറാഴ്ച പൊങ്കാല സമർപ്പണം നടന്നു. മഹോത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. നിരവധി ഭക്തർ ദർശനത്തിനായി എത്തിയിരുന്നു. ഷൊർണൂർ ഗണേശ്ഗിരി മഹാഗണപതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഞായറാഴ്ച പൊങ്കാല സമർപ്പണം നടന്നത്. ക്ഷേത്ര മേൽശാന്തി നേതൃത്വം നൽകി. തുടർന്ന് വഴിപാട് നടത്തിയ സ്ത്രീകൾ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. നിരവധി ഭക്തരാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്. തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ വേലുക്കുട്ടിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണവും നടക്കും. 14 ഞായറാഴ്ച ഉത്സവത്തിന് സമാപനം കുറിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. JCI പാലക്കാട് ഫോർട്ടിൻ്റെയും JCI മങ്കര NNN അക്കാദമിയുടെയും സംയുക്ത സ്ഥാനാരോഹണ ചടങ്ങ് മങ്കര NNN ഏവിയേഷൻ അക്കാദമിയിൽ നടന്നു. JCI ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷൻ JFS V പ്രജിത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 2026 JCI പാലക്കാട് ഫോർട്ട് പ്രസിഡന്റായി JFM MR വിജയകുമാർ, JCI മങ്കര NNN അക്കാദമി പ്രസിഡന്റായി MP ആരതി എന്നിവർ ചുമതലയേറ്റു. മുൻ പ്രസിഡന്റുമാരായ JFM പ്രവീൺ, മാധവൻ, M ജസീല എന്നിവരുടെ പ്രവർത്തനങ്ങൾ ചടങ്ങിൽ വിശദീകരിച്ചു. ചടങ്ങിൽ JCI ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷൻ JFS V പ്രജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സോൺ പ്രസിഡന്റായി JCI സെനറ്റർ മീര മേനോൻ, സോൺ വൈസ് പ്രസിഡന്റായി JFP P അബ്ദുൾ റഫീഖ് എന്നിവർ പ്രത്യേക അതിഥികളായിരുന്നു. JCI ഇന്ത്യ മുൻ ദേശീയ പ്രസിഡന്റ് സന്തോഷ് കുമാർ, ധോണി ലീഡ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ തോമസ് ജോർജ്,
എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സേവന മിഷന്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ ഒരു വൃക്കരോഗിക്ക് ശുദ്ധജലം ലഭ്യമാക്കാൻ വാട്ടർ പ്യൂരിഫയർ നൽകി. മറ്റൊരു കുടുംബത്തിന് വീൽചെയറും വാക്കറും JCI മങ്കര NNN അക്കാദമി കൈമാറി. ചടങ്ങിന് അഭിനസ് വായ്ത്തിരി നന്ദി പ്രകാശിപ്പിച്ചു. ലിറ്ററലി ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാം, ഒരുപാട് പ്രോജക്ട്സ്, ടൂ മെനി പ്രോജക്ട്സ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ബട്ട് ചെയ്ത പ്രൊജക്റ്റുകളൊക്കെ നല്ല വൈബുള്ള പ്രൊജക്റ്റുകളായിരുന്നു. സോൺ 28 JCI പാലക്കാട് ഫോർട്ടിന് തലയുയർത്തി പറയാൻ പറ്റും ഒരു മേൽവിലാസം. ഒബ്വിയസ്ലി എൻ്റെ മുന്നേ നടന്ന ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള പ്രസിഡൻസിൻ്റെ അവർ മെയിൻറ്റെയിൻ ചെയ്ത ആ ഒരു ലെഗസി തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് ഈ കോളറും ഗ്യാവലും ഇന്ന് അവസാനമായിട്ട് ധരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇനി മാറ്റുലി. ടെസ്റ്റ് പരമ്പരയിലെ തോൽവിക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിന പരമ്പര നേടിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ആശ്വാസമായിരിക്കുന്നു. സന്ദർശകരോട് 2020 പരമ്പര കൂടി ഇനി ബാക്കിയുണ്ട്. 9-ന് ആരംഭിക്കുന്ന പരമ്പരയിൽ ടീം ഇന്ത്യയുടെ ജയസാധ്യത നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിയിലേക്ക്. ടെസ്റ്റ് മത്സരം ഇന്ത്യ തോറ്റും, ഏകദിനം വിജയിച്ചു. ഇനിയുള്ള 2020 ഒന്നുകൂടി അടിപൊളിയെ പ്രതീക്ഷയോടെ കളിക്കാമെന്ന് വിശ്വസിക്കുന്നു. നല്ല ടീമാണോ? തീർച്ചയായും നല്ല യുവ താരങ്ങളുണ്ട്. ഈ പ്രാവശ്യം ഒന്നുകൂടി മെച്ചപ്പെട്ട സ്കോഡോടുകൂടി നല്ല പ്രതീക്ഷയോടെ കളിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2020 പരമ്പര എടുക്കും? തീർച്ചയായും വിജയിക്കുമെന്ന് പ്രതീക്ഷ. IPL സാധ്യത കൂടി വന്നതോടുകൂടെ നമുക്കിടയിലെ യുവാക്കൾക്കിടയിൽ, പുതിയ കളിക്കാർക്കിടയിൽ 2020 ഒരു വലിയ പ്രതീക്ഷയായി മാറിയൊരു ഗെയിമാണ് ക്രിക്കറ്റിൽ. അതുകൊണ്ട് തന്നെ 2020 നോക്കി കാണുന്നത് ഇന്ത്യക്കുള്ള മേൽക്കോയ്മയെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ദക്ഷിണാഫ്രിക്കൻ ടീമിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ തലത്തിലും എക്സ്പ്രസീവായ ബൗളേഴ്സും അതുപോലെ തന്നെ അതിനുതകുന്ന തരത്തിലുള്ള ബാറ്റ്സ്മാൻമാരും എല്ലാം നിറഞ്ഞ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ത്യക്കുള്ളത്. ഫീൽഡിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ദക്ഷിണാഫ്രിക്കയുമായി ചില താരതമ്യം പെടുത്തുമ്പോൾ പിന്നിലുള്ളതെന്ന് പറയാൻ കഴിയും. പക്ഷെ അതിൻ്റെ എല്ലാം അപ്പുറം ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ചെറിയ അസ്വാരസ്യങ്ങളാണ്. യഥാർത്ഥ ടീമിനെയല്ല തിരഞ്ഞെടുക്കുന്നു എന്ന തരത്തിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗതം ഗംഭീർ എന്ന കോച്ചിനും അഗർക്കാർ എന്ന ചീഫ് സെലക്ടർക്കും എല്ലാം തന്നെ പലതും പിഴക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ വിലയിരുത്തുന്ന കളിക്കമ്പക്കാരുടെ അഭിപ്രായം. ഏതായാലും വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ ഒരു മേൽക്കോയ്മയോട് കൂടി തന്നെയാണ് ഇന്ത്യ 2020 പരമ്പരയിൽ സമീപിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നന്ദി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് വലിയ പ്രശസ്തിയില്ലെന്ന് NCP ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോ. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ മതേതര ശക്തികൾ നിലകൊള്ളണം. കോൺഗ്രസിന്റെ നിലവിലുള്ള രാഷ്ട്രീയം സ്വയം നശിപ്പിക്കുന്നതെന്നും PC ചാക്കോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആവേശം വാനോളം. കരുത്ത് തെളിയിച്ച കുളപ്പുള്ളിയിൽ BJPയുടെ റോഡ് ഷോ. ഷൊർണൂർ NDA ഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ റോഡ് ഷോയുമായി BJP തമിഴ്നാട് വൈസ് പ്രസിഡന്റ് ഖുഷ്ബു. കൊട്ടേഷൻ സംഘം തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ വണ്ടൂർ സ്വദേശിയായ വ്യവസായിയെ ഒറ്റപ്പാലത്ത് കണ്ടെത്തി. അക്രമികൾ തടവിൽ പാർപ്പിച്ച പത്തംകുളത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് വ്യവസായി രക്ഷപ്പെട്ടത് സംഘം മദ്യപിച്ച് ഉറങ്ങുന്നതിനിടെ. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് വ്യവസായിയെ വാടയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കാഞ്ഞാണി കാരമുക്കിൽ യുവതിയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ചാലക്കുടി സ്വദേശിനി നീതു. ഭർത്താവ് ഒളിവിൽ. തൃശൂർ പൂങ്കുന്നത്ത് കുളിക്കാനിറങ്ങിയ പാലക്കാട് നെന്മാറ സ്വദേശിയായ യുവാവ് മുങ്ങി മരിച്ചു. കുന്നംകുളം മേഖലയിലെ 2 ക്ഷേത്രങ്ങളിൽ മോഷണം. കീഴൂർ ദേവി ക്ഷേത്രത്തിലെ വിഗ്രഹം കവർന്നു. ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലെ അലമാരകൾ തകർത്ത നിലയിൽ. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലും കവർച്ച. വിഗ്രഹത്തിലെ വെള്ളിത്തിരുമുഖവും ഭണ്ഡാരത്തിലെ പണവും നഷ്ടപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.